ഇതാവണമടാ ബോസ്. മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ? തൊഴിലിടത്തിൽ ഇന്നുവരെ ആരോടും ആക്രോശിച്ചിട്ടില്ലെന്ന് ഹർഷ് ഗോയങ്ക. ഞാനൊരു പച്ച മനുഷ്യനാണ്. മനുഷ്യരായാൽ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും. മറ്റുള്ളവരോട് പൊതു ഇടമാണോ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടെന്നോ കോപത്തിനിരയാകുന്ന ആളിനത് അപമാനവും മാനസികാഘാതവും ഉണ്ടാക്കുമെന്നോ ഒന്നും ചിന്തിക്കാതെ പൊട്ടിത്തെറിക്കുന്നവർ പറയുന്ന ഒരു ന്യായീകരണമാണ്. ആരോടെങ്കിലും ചൂടാകാത്ത ഒരു ദിവസമെങ്കിലും ആയുസ്സിലില്ലാത്തവരുമുണ്ട്. ബിസിനസ്സുകാർക്ക് പൊതുവെ സമ്മർദ്ദം കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഫയർ ബോൾ കൊണ്ടു നടക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ പലപ്പോഴും ദേഷ്യപ്പെടാതെ തരമില്ല എന്ന് നമ്മൾ കരുതും. അതിനൊരു അപവാദമാണ് RPG ഗ്രൂപ്പ് ചെയർമാൻ ഹർഷ് ഗോയങ്ക. $5.2 ബില്യൺ ആസ്തിയുള്ള പ്രധാന മേഖലകളിലെല്ലാം ചുവടുറപ്പിച്ചിട്ടുള്ള ഒരു വ്യവസായ സാമ്രാജ്യം നയിക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം സമ്മർദ്ദം നേരിടുന്നുണ്ടാവും. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും വിളിച്ച് 10 ചീത്ത പറഞ്ഞാൽ അത് കുറയുമെന്ന് ചിലർക്കെങ്കിലും തോന്നലുണ്ടാകും. ഇനി അങ്ങനെ തോന്നലില്ലെങ്കിലും മറ്റുള്ളവരോട് അകാരണമായി ദേഷ്യപ്പെടുന്നവരുണ്ട്. തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റാതെ വരുമ്പോൾ മൈ ബോസിലെ പോലെ ബക്കറ്റ് വാങ്ങി ചവിട്ടിപ്പൊട്ടിച്ചോ സമാനമായ മറ്റേതെങ്കിലും രീതിയിലോ പ്രതികാരം തീർക്കുന്നവരുമുണ്ട്. ഇക്കൂട്ടരോടെല്ലാം ഹർഷ് ഗോയങ്ക പറയുന്നത് കേൾക്കുക. എക്സിലെ ഒരു പോസ്റ്റിലാണ് ഗോയങ്ക നേതൃത്വത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയത്. മറ്റാരെയും പോലെ എനിക്കും കോപവും നിരാശയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും തൊഴിലിടത്തിലെ ശാന്തത നഷ്ടപ്പെടുത്താൻ കാരണമായിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ജോലിസ്ഥലത്ത് ഇന്ന് വരെ മറ്റുള്ളവരോട് ആക്രോശിക്കുകയോ ശബ്ദമുയർത്തുകയോ ചെയ്തിട്ടില്ല. അതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും പോസ്റ്റിലുണ്ട്. കോപം വരാതെ ശാന്തരായി ഇരിക്കുന്നവരെ ഒന്നിനും കൊള്ളാത്തവരെന്നും മറ്റുള്ളവരെ നിയന്ത്രിക്കാനാവാത്തവരെന്നും വിലയിരുത്തുന്നവർക്കും ഗോയങ്കയുടെ നേതൃത്വ നിലപാടിൽ വിശദീകരണമുണ്ട്. ശാന്തത പാലിക്കുക എന്നതുകൊണ്ട് നിങ്ങളെ ചുറ്റുപാടും നടക്കുന്നതൊന്നും ബാധിക്കാതെ ഇരിക്കുക എന്നതല്ല, നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ്. സമ്മർദ്ദ സമയത്തും കോപിക്കാതെ ഇരിക്കാനാകുന്നു എന്നതാണ് യഥാർത്ഥ നേതൃത്വത്തിന്റെ ലക്ഷണമെന്ന് പറഞ്ഞാണ് ഗോയങ്ക പോസ്റ്റ് അവസാനിപ്പിച്ചത്. ശാന്തനായിരിക്കുന്നത് താങ്കൾക്ക് തിരിച്ചടിയാകാറുണ്ടോ എന്ന ഒരു എക്സ് ഉപയോക്താവിന്റെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഹർഷ് ഗോയങ്കയുടെ ഉത്തരം. മാസിഡ ബോസിഡ എന്ന അഭിനന്ദന വർഷം കൊണ്ട് നിറയുകയാണ് ഗോയങ്കയുടെ കമന്റ് ബോക്സ്. ഇനി വാൽകഷ്ണം. എന്തായാലും എന്നോടൊരു പൊതുയിടത്തിൽ മറ്റൊരാൾ ആക്രോശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റുള്ളവരോടും അങ്ങനെ തന്നെ ചെയ്യുക എന്നതല്ലേ ശരി എന്ന ചോദ്യമാണ് ഗോയങ്കയുടെ പോസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഹാപ്പിനെസ് അഡിക്റ്റ് ലവ്സ് പീപ്പിൾ എന്ന അദ്ദേഹത്തിന്റെ എക്സ് ബയോ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തോന്നുന്നു.